അതെ, എൻ്റെ ബൈക്ക് കേടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു വന്നത്. മോളെവിടെ? മോളെ മോളെ പൊന്നുവേ, അച്ഛൻ വന്നു. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മോന്തയാ വലിച്ച് കണ്ടാലും മതി. മൂത്തേവി മോള് പഠിക്കുക. പഠിക്കട്ടെ, എന്റെ മോള് നല്ലതുപോലെ പഠിക്കട്ടെ. എന്നാലും എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം. വിളിക്ക മോളെ. മോളെന്തിനാ അവളെ മറന്നു നിൽക്കുന്നേ? ഇങ്ങോട്ട് മാറി നിൽക്കും മോളെ. ഓളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ എന്റെ മോളെ വഴക്ക് പറഞ്ഞോ? അതൊന്നും എനിക്ക് പിടിക്കത്തില്ല, പറഞ്ഞേക്കാം. മക്കളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിന്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരിക അച്ഛൻ. പിന്നെ അച്ഛൻ ട്രാൻസ്ഫർ ആയി മക്കളെ, കണ്ണൂരിലേക്ക്. ഇനി മുതൽ എന്റെ മോള് കണ്ണൂരിലെ സ്കൂളിൽ പഠിച്ചാ മതി. ഇത് കണ്ട, എന്റെ മോൾക്ക് അച്ഛൻ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിച്ചോ. മക്കളെ, എന്നിട്ട് ഈ ഡ്രസ്സും മോളുടെ ബുക്കുകളും ഒക്കെ ബാഗിൽ പാക്ക് ചെയ്യും. നമുക്ക് നാളെ വെളുപ്പിന് പോണ്ടേ? നിർമ്മലെ, താനിപ്പോ ഏതായാലും കണ്ണൂരോട്ട് വരണ്ട. ഞാൻ വിഷമിക്കേണ്ടത്. തനിക്ക് മാസാമാസം ചെലവിനുള്ള കാശ് ഞാൻ ഇങ്ങോട്ട് അയച്ചെന്നോളാം. പിന്നെ മോളെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് എഴുന്നള്ളത്. അതെ, മോക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അറിയോ? താൻ പോയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തോണ്ട് വാ. അല്പം കൂടിപ്പോയി, അല്ലാത്ത തലവേദന. പിന്നെ മോളുടെ ഫ്ലാസ്കിൽ നിർത്താൻ മതി കേട്ടാ. മനുഷ്യനെ വിളിക്കാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കലും? ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ അയാളോട് പറ, നമ്മളെ 1 മാസത്തിനകം വീടൊഴിയും. എടി, നീ ഒരു പോലീസുകാരന്റെ ഭാര്യ എടി പുല. നീ അങ്ങോട്ട് പറയടി. തന്നെ ഇയാൾ എന്റെ ഭാര്യ തന്നെ സമ്മതിച്ച്. എടി, നമ്മുടെ മോൻ ഉറങ്ങിയോ? അല്ലൊരു കാര്യം ചെയ്, നിങ്ങൾ ഇപ്പൊ ഈ രാത്രി സ്റ്റേഷനോട്ട് വന്നാൽ ഞാൻ അവിടെ ഇല്ല. നാളെ കാലത്തെ നിങ്ങൾ സ്റ്റേഷനോട്ട് വന്നാ മതി. ശരിയാക്കാം. ഇതെന്തോന്ന് ചൂടാ ഇത്? മനുഷ്യന് കുടിക്കണ്ടേ? ഒരു ഗ്ലാസ് എടുത്തോണ്ട് ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. അല്ല, ആ ചെറുക്കന്റെ പേരെന്തുവാ? മനുവോ കുനുവോ? അവനാ ഈ വീട്ടിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ മോളുടെ ഭാഗ്യക്ക് വേണ്ടിയല്ലേ. അതാ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യും, പാതി താ കൂടി ക്ഷീണം മാറി. നിർമ്മലെ എന്റെ യഥാർത്ഥ ഭാര്യ. ഞാൻ കരുതി ഞങ്ങള് കണ്ണൂരോട്ട് പോകുന്നു പറയുമ്പോ താൻ എതിർക്കുമെന്ന്. ഏതായാലും അതുണ്ടായി. എന്താ പിടിച്ചിട്ടുണ്ട്.
വന്നിട്ടുണ്ടെന്ന് മോള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇത് മാത്രമല്ല, നിന്നെ കുറിച്ച് പറഞ്ഞ പലതും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് എനിക്ക് ബോധ്യമായി, നിനക്ക് എന്റെ മോളെ വേണം അല്ലടാ. ഇത്രയും കാലം നീ എന്റെ മോളെ സ്നേഹിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? എല്ലാം എല്ലാം എന്റെ തെറ്റാ. നീ എന്ന മൃഗത്തെ ഭർത്താവായി സ്നേഹിച്ചതും സഹിച്ചതും എന്റെ തെറ്റ്. ഇനി എനിക്കൊരു ഭർത്താവിന് വേണ്ട. ഇപ്പൊ പോയിക്കോണം ഇവിടുന്ന്. നിന്റെ തന്തയെ കൊന്ന് കെട്ടിത്തൂക്കിയ മരക്കൊമ്പില് ഒരാളെ കൂടി കെട്ടി തൂക്കാടി. കൊലപാതകം എങ്ങനെ ആത്മഹത്യയാക്കാന്നും ആത്മഹത്യ എങ്ങനെ കൊലപാതകമാക്കാന്ന് ഈ ചന്ദ്രപ്പനും നല്ലതുപോലെ അറിയാടി. എടി നീ കൂടെ കൊണ്ട് ചർച്ച കിട്ടിയാണ്ടല്ലേ, പിന്നെ പൊന്നുവിന്റെ പേരിൽ അവകാശവാദവും പറഞ്ഞ് ഒരു തരം ഇങ്ങോട്ട് വരത്തില്ല. അതേടി, എനിക്ക് വേണ്ടത് നിന്റെ മോളെയാണ്. അതേടി, എനിക്ക് വേണ്ടത് നിന്റെ മോളെയാണ്. അടുത്തേക്ക് വരരുത്. വീണ്ടും വരും. അലമ്പേ, രക്ഷപ്പെടണേ. എന്റെ മക്കൾ പോ. എങ്ങനെയും അയാളിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കുക. എൻ്റെ മനസ്സ് നിറയെ അതായിരുന്നു, രക്ഷപ്പെടണം. അതെൻ്റെ മനസ്സിനെ മതിച്ചു തുടങ്ങിയപ്പോൾ ഇരുട്ടും നാട്ടുവഴികളും ഞങ്ങൾക്ക് തടസ്സമായില്ല. അയാളുടെ കാഴ്ച എത്താത്തൊരിടം, അതായിരുന്നു എൻ്റെ ചിന്തയിൽ.
എൻ്റെ കലിയുടെ ഭാരം ഇറക്കി വെച്ച് മോളോടൊപ്പം ഓടുകയായിരുന്നു. മോളെ അവളുടെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് പോലീസിനെ കീഴടങ്ങാനായിരുന്നു എൻ്റെ തീരുമാനം. പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു. പകൽ സമയം ഇവിടേക്ക് വന്നാൽ മറ്റാരെങ്കിലും കണ്ടാലോ എന്ന് ഭയന്ന് ഒരു പകൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാ രാത്രി ഇവിടെ എത്തിയത്. ചേച്ചി, ഒന്നും നേടാനോ അവകാശം സ്ഥാപിക്കാനോ വന്നതല്ല. കുറച്ചു കാലം ഒരു രക്ഷ. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. പൊന്നു, നമ്മുടെ ബാഗൊക്കെ എടുത്തോ മോളെ, നമുക്ക് പോകാം. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. ഇത് തന്നെയാണ് അവരെന്നോടും പറഞ്ഞത്. നമ്മൾ അവരെ ഇറക്കി വിട്ടാലേ അവർ ചെന്നടിയുന്നത് കാന്തിപ്പുഴയുടെ അടിത്തട്ടിലായിരിക്കും. അങ്ങനെ ഒരു ദുരന്തം നമ്മളവർക്ക് സമ്മാനിക്കണം സാറാമ്മേ. വേണ്ട, അങ്ങനെ ചെയ്താ ദൈവം പോലും പൊറുക്കൂല. സ്നേഹിക്കാൻ മറന്നാലും ദ്രോഹിക്കാൻ പാടില്ലെന്നല്ലേ അവിടെ കഥ കേട്ടപ്പോ. കഴിയുന്നിടത്തോളം കാലം അവരിവിടെ കഴിഞ്ഞോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. എന്നാലേ നീ ഒന്ന് അവരോട് പറ, പോകണ്ട. അവിടെ നിൽക്കടി, ഞാൻ കൂടെ വരാം. സാറാമേ, ഞാനൊരു അവിവാഹിതനാണ്. സ്ത്രീയുടെ ഗന്ധമറിയാത്ത ഋഷികുമാരൻ. സാറാമ്മ വിവാഹിതയായതും അതിനൊരു കുഞ്ഞു ജനിച്ചതും ഞാൻ കാര്യമാക്കുന്നില്ല. വരുന്നോ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക്? മതി, ഇത് മതി. വീഴും, ഞാൻ വീഴ്ത്തിയിരിക്കും. സാറാമേ, സാറാമേ, ഞാനൊരു അവിവാഹിതനാണ്. സ്ത്രീയുടെ ഗന്ധമറിയാത്ത ഋഷികുമാരൻ. സാറാമ്മ വിവാഹിതയായതും അതിനൊരു കുഞ്ഞു ജനിച്ചതും ഞാൻ കാര്യമാക്കുന്നില്ല. സാറു, വരുന്നോ എന്റെ ക്വാർട്ടേഴ്സിലേക്ക്? ഏത് കോട്ടയിലേക്ക്? ഞാൻ വിളിച്ചത് മറ്റേ സാറാമയാ. ഇടപാട് തുടങ്ങിയാലോ എന്നൊരു ചിന്ത. ഇടപാട് തുടങ്ങാൻ അവളെന്തൊരു പൂപണയ ബാങ്കാ? ആ ഇടപാടല്ല, പിന്നെ അവക്കൊരു ജീവിതം കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നേരെ ചെവ്വെന്ന് ആമ്പക്കം ഇടാൻ വയ്യ, പിന്നെ ജീവിതം കൊക്കാൻ പോണം. കുഞ്ഞച്ച, ഈ സാറിന് എന്തൊക്കെയാ കുഴപ്പങ്ങളുണ്ട്? കുഴപ്പം ഞരമ്പിന്റേതാ. ഈ കടുക്ക കഷായം ഒരു ബക്കറ്റ് കലക്കി കൊടുത്താൽ തീരാവുന്നേ. കുഞ്ഞച്ചന്റെ മനസ്സിൽ എനിക്ക് അറിയാം. ഇടവും വലവും രണ്ട് സ്ത്രീകൾ. കുഞ്ഞച്ച, ആ നീ സാറാമ ഞാൻ നോക്കിയാലോ? നോക്കിക്കോ, ആനന്ദ. ആ നോട്ടമല്ല, പിന്നെ ഏത് നോട്ടം? ഞാനൊരു അവിവാഹിതനാണ്. അതറിയാലോ. സ്ത്രീയുടെ ഗന്ധമറിയാത്ത കൃഷിക്കാരൻ ഋഷ്യശൃംഗൻ, വിവാഹപുത്രൻ. സാറാമ്മ വിവാഹിതയായതും അതിനൊരു കുഞ്ഞു ജനിച്ചതും ഞാൻ കാര്യമാക്കുന്നില്ല. കൊണ്ടുവയ്ക്കോട്ടെ ഞാൻ എന്റെ ക്വാർട്ടേഴ്സിലേക്ക്. ചില കിളവന്മാരിങ്ങനെ ഈ പ്രായം കൂടുമ്പോഴാണ് വേണ്ടാത്തൊക്കെ തോന്നുന്നത്. നിങ്ങളെ പോലെ എടുത്ത് ഞാൻ തോട്ടിയറിയും. പാമ്പാടി രാജൻ വന്നിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ അത് ആരാടി പാമ്പാടി രാജൻ? ഞാനില്ലാത്ത ക്യാപ്പിന് ഏവനാടി പാമ്പാടി രാജൻ? പറയാ മറ്റേ എന്റെ പൊന്നെ, അതൊരു ആനയാ. എന്റെ കാര്യം നീ സാറാമ്മ സമ്മതിക്കുന്നു തോന്നില്ല. നീ സമ്മതിപ്പിക്കണം. എനിക്ക് എന്താ ഒരു കുറവ്? സുന്ദരൻ, സുമുഖൻ, തറവാടി. സാറിന് അവരെ കുറിച്ച് എന്തറിയാം? ദുരന്തങ്ങളുടെ പുഴ നീന്തി കിടന്നെത്തിയവരവർ. അവർക്കിന് വേണ്ടത് സ്വസ്ഥമായ ജീവിതമാണ്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഒന്നെനിക്കറിയാം. എന്ത്? ആ അമ്മയുടെയും മകളുടെയും പുറകെ ആരൊക്കെയുണ്ട്. അവരെ ഒളിത്തവള കണ്ടെത്തിയാൽ ആ അഴിയാക്കുരുക്കിൽ കുഞ്ഞച്ചനം പെടും. ആ സാറിന് നിർമ്മലയും മോളെയും കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ തിരിച്ചു പോയാലാ നാട്ടിലേക്ക്. സാറാമ്മേ, എത്ര നാള് ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഒരു ദിവസം അവരെ തേടി പോലീസ് എത്തും. കുഞ്ഞച്ചാ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? അവക്ക് തോട്ടത്തിൽ ജോലി വാങ്ങിക്കൊടുത്തു. ആ മോളെ ഇവിടത്തെ പള്ളി കൊടുത്ത് ചേർത്തു. പിന്നെ അവർക്ക് താമസിക്കാൻ ഇടം കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരുടെ ഭർത്താവ് നിങ്ങൾ ആരായിരുന്നു? അവൻ എന്റെ എല്ലാമായിരുന്നു. മകൻ, കൂട്ടുകാരൻ, അങ്ങനെ പലതും. അവൻ 20 വയസ്സ് എന്നോടൊപ്പം കൂടിയതാ. പിന്നെ മരണം വരെ കൂടെ ഉണ്ടായിരുന്നു.
തോട്ടത്തിലെ ഡ്രൈവറായിട്ട് എത്തിയതാ. അവന്റെ മിടുക്കുണ്ട്. അവൻ സൂപ്പർവൈസർ വരെ. ഈ നല്ല മനസ്സുള്ളവർക്ക് ദൈവം അധികം ആയുസ് കൊടുക്കാറില്ലല്ലോ. അങ്ങനൊരു വിധിയ അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവന്റെ ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രി കൊണ്ടുവന്നറിഞ്ഞ് എന്നോട് യാത്ര പറഞ്ഞു രാവിലെ കോട്ടേഴ്സിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം നിറയെ തലേ ദിവസം പെയ്ത മഴയിൽ വെള്ളമായിരുന്നു. അവ മുറ്റത്തേക്ക് കാല് വെച്ചതും പിന്നെ ഒരു പെടച്ചിലായിരുന്നു. മരണം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു പങ്കും ഇല്ലല്ലോ. അതെ, തലേ ദിവസം രാത്രിയിലെ പന്നികളെ പിടികൂടാൻ വേണ്ടി കറണ്ട് കടത്തിയ വയർ മുറ്റത്തേക്ക് ഇട്ടത് ഞാനായിരുന്നു. അതിൽ ചവിട്ടി അതിന്റെ ഷോക്കേറ്റാ അവൻ പിടഞ്ഞു മരിച്ചത്. അപ്പോ അവന്റെ ഭാര്യയ്ക്ക് മോൾക്കും ഞാൻ കാവലാകണ്ടേ? ആകണ്ടേ സാറാമേ? എല്ലാം കേട്ടോ? കേട്ടു. എങ്കിൽ ഈ മഹാഭാവിയെ ശിക്ഷിച്ചോളൂ അനിയത്തി. നല്ലവനായി കുഞ്ഞേട്ടനെ ശിക്ഷിക്കാൻ അനിയത്തിക്ക് കഴിയുമോ? എന്റെ മാധവൻകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാം എന്റെ വിധിയാ കുഞ്ഞേട്ട. ഓ എന്താ എന്താ? അതെ, ഈ ചതുപ്പ് നിലത്ത് നിന്ന് ചന്ദ്രപ്പന്റെ ബോഡി കണ്ടെടുത്തു വന്നു. ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഉടനെ പോലീസ് വരും. വാ, നമുക്ക് ഇവിടെ പോവാം. വന്നേ, നമ്മൾ വാങ്ങാം. വാ, ഇവിടെ വാ. ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ചന്ദ്രപ്പൻ എന്ന പോലീസുകാരനെ തലക്കിടിച്ചു വന്ന് ചതുപ്പ് തലത്തിൽ ചവിട്ടി താഴ്ത്തിയ കുറ്റത്തിന് നിർമ്മല അറസ്റ്റ് ചെയ്യും. പ്രതി കൊളുത്താവളം ഒരുക്കിയതിന് ഉന്നയത്തിനും കുറ്റക്കാരനാണ്. ഞാൻ കുഞ്ഞേട്ടാ, എന്റെ മോൾ ഇതറിയരുത്. പള്ളിക്കൂടം വിട്ട് വരുന്ന മോള് അമ്മയെ ചോദിച്ചാൽ എന്തു പറയണം? അമ്മ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞേക്ക്. സാറേ, കൊന്നത് ഞാനാ. എന്റെ മോക്ക് അതിനൊരു പങ്കുമില്ല. നമുക്ക് പോകാം സാറേ. അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? അമ്മയുടെ പൊന്നിങ്ങി വന്നേടി. നല്ല കുട്ടിയായി വളരണം, മിടുക്കിയായി പഠിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. വല്ലപ്പോഴുമെങ്കിലും ഈ അമ്മയെ ഓർക്കണേടി. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ മോടെ കൂടെ ഉണ്ടാവും. സാറമ്മ ചേച്ചി, എന്റെ പൊന്നുവിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. വീണ
വേനൽ സന്ധ്യ നീ പോയി മറഞ്ഞോ വേദന തൻ പാൽ കടലിൽ